അപ്പോൾ ഒരു കവിത ചൊല്ലിട്ട് നന്ദി പറയാം. കാരണം മാഷ ഒരു ചെറിയ കവിത ചൊല്ലിക്കൊണ്ട് തന്നെ നന്ദി പറയുന്നത്. ഞാൻ ചെറിയൊരു കവിത ചൊല്ലാം. ചന്തം എന്നാണ് കവിതയുടെ പേര്. ചന്തം. പച്ചയെല്ലാം അഴിച്ചു ഞാൻ മഞ്ഞ ചുറ്റുന്നു, സ്വപ്നമെല്ലാം നിങ്ങൾക്കായി വിരിയിക്കുന്നു. പച്ചയെല്ലാം അഴിച്ചു ഞാൻ മഞ്ഞ ചുറ്റുന്നു, സ്വപ്നമെല്ലാം നിങ്ങൾക്കായി വിരിയിക്കുന്നു. ഇട്ടുമൂടാൻ പൊന്നുമായി ഇടവഴി വക്കിൽ കത്തിയാളി വരുന്നോർക്ക് കുളിരേകുന്നു. ഇട്ടുമൂടാൻ പൊന്നുമായി ഇടവഴി വക്കിൽ കത്തിയാളി വരുന്നോർക്ക് കുളിരേകുന്നു. നട്ടതില്ല നിങ്ങളെന്നെ നനച്ചതില്ല, നട്ടതില്ല നിങ്ങളെന്നെ നനച്ചതില്ല. ഇഷ്ടമുള്ള പേരു ചൊല്ലി വിളിച്ചതില്ല, ഇഷ്ടമുള്ള പേരു ചൊല്ലി വിളിച്ചതില്ല. ഒരു ദിനം വരുന്നതും കിനാവു കണ്ട് മിഴികൂമ്പി നിൽക്കുന്ന കണിച്ചന്തം ഞാൻ. ഒരു ദിനം വരുന്നതും കിനാവു കണ്ട് മിഴികൂമ്പി നിൽക്കുന്ന കണിച്ചന്തം ഞാൻ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ കൗശികയിൽ വന്നിരിക്കാനും രാവണികളെ കൂടി ഇരിക്കാനും നിങ്ങളുടെ കൂടെ ഒക്കെ ഇങ്ങനെ സ്നേഹം പങ്കുവയ്ക്കാനും കഴിഞ്ഞത്. അപ്പോൾ അഭിലാഷൊക്കെ ഇപ്പോൾ നല്ല പ്രവർത്തനത്തിന് നടക്കുന്ന സമയമാണ്. അന്നാലും ആ സമയത്ത് വന്നു, വിനീഷായാലും വന്നു, DYFI സംസ്ഥാന സമ്മേളനം നടക്കുകയാണ്, അതിൻ്റെ ഫണ്ട് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറച്ചാളും വരാനുണ്ടായിരുന്നു, പക്ഷേ അവർക്കൊക്കെ തിരക്കാണ്. അപ്പോൾ ഈ വർഷം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവനേതൊരു ഇതിൽപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ കാണാനും എന്നെ സ്നേഹിക്കാനും കഴിഞ്ഞാൽ എല്ലാ മനസ്സിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. തേക്കൈ ചാക്കമാഷക്കും തിയോ പാടിയിട്ടുണ്ട്, നല്ല പാട്ടായിരുന്നു തിയോയുടെ, അതിനും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ അമ്പിയേച്ചി വന്നിട്ടുണ്ട്, അമ്പിയേച്ചി രാവണിയുടെ കൂടെ വന്നു. ഞാൻ നിർബന്ധമായിട്ടും പറഞ്ഞു രാവണിയോട് അമ്പിയേച്ചിയെ കൊണ്ടുവന്നു പറഞ്ഞു. കാരണം അത് എനിക്കൊരു ആഗ്രഹമുണ്ട് ഇങ്ങനെ വീട്ടിൽ അമ്പിയേച്ചി വരുന്നുള്ളൂ. അതായത് അംബികയുടെ വർത്തമാനം കിട്ടണമെന്ന് നമ്മളൊക്കെ രാവണിയാണ് അറിയുന്നത്. അപ്പോൾ അങ്ങനെ അമ്പിയേച്ചിക്കും പറ്റിയ സ്നേഹമുണ്ട്. പിന്നെ എൻ്റെ ഭാര്യ, മക്കൾ, അവരൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. എഴുത്തിൽ അതൊക്കെ അത്ര ഇതില്ലെങ്കിലും പേര് എൻ്റെ ഭാര്യയുടെ പേര് ഗീത എന്നാണ്. വീട് പാലായിലാണ് വീട്. അവരും ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് അവർ. അതുപോലെ തന്നെ മക്കളും ഇപ്പോൾ DYFI യൂണിറ്റ് അംഗമാണ്, പാർട്ടി മെമ്പറാണ്. താഴെയുള്ള മോള്, മൂത്ത മകൾ BCom കഴിഞ്ഞു, ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നുണ്ട്. ഇവരൊക്കെയാണ് പരിചയപ്പെടുത്താനുള്ളത്. പിന്നെ എൻ്റെ പാപ്പനുണ്ട്. പാപ്പൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ തൊട്ട് വീടാണ്. ഇപ്പോൾ എനിക്ക് ഉള്ളതിന് എന്താ പറയുക, അച്ഛൻ തൊട്ടുള്ള മൂത്താളുടെ അച്ഛനാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് മരണപ്പെട്ടു. ഇപ്പോൾ എൻ്റെ അമ്മായിമാരും മരിച്ചു, 2 അമ്മായിമാരുണ്ടായിരുന്നു, അച്ഛൻ മരിച്ചു, അമ്മ എല്ലാവരും മരിച്ചു. ഇപ്പോൾ ആകെയുള്ള ഒരു പാപ്പനാണ് ഞങ്ങളുടെ താഴെ വഴിയിൽ ഇപ്പോൾ ഉള്ള ആൾ പാപ്പനാണ്. പാപ്പൻ ലിഫ്റ്റ് ഇറിഗേഷനിൽ ജോലി ചെയ്തിരുന്ന ആളാണ്, സർക്കാർ ജീവനക്കാരനായിരുന്നു. ഇപ്പോൾ പെൻഷൻ പറ്റി. ആൾക്ക് 2 മക്കളുണ്ട്. പിന്നെ അതുപോലെ ചുറ്റുമുള്ളത് എൻ്റെ ബന്ധുക്കൾ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ പാപ്പൻ്റെ മോനാണ് അപ്പുറത്ത് താമസിക്കുന്നത്. അവനിപ്പോൾ വണ്ടിയിലുള്ള കാരണമാണ് എനിക്ക് വരാൻ പറ്റാൻ, അല്ലെങ്കിൽ ഓട്ടം പോയിരിക്കുന്നത്. അതുപോലെ ചേട്ടൻ നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ മുട്ട് 2 പ്രശ്നമായ കാരണം നടക്കാൻ പറ്റുന്നില്ല, വടിമേൽ നടക്കണം. അപ്പോൾ അത് കാരണം വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെല്ലാവരും ഒരു കുടുംബം പോലെയാണ് ഞങ്ങൾ കഴിയുന്നത്. ഇപ്രാവശ്യം ഓണം ഞങ്ങൾക്ക് ആഘോഷമില്ല, കാരണം എൻ്റെ ചേട്ടത്തി മരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണാഘോഷം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ വന്ന് പാട്ട് പാടാനും കളിക്കലൊക്കെ ഉണ്ടായിരിക്കും. പെങ്ങന്മാരൊക്കെ വരും, എല്ലാവരും വരും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ ഔദ്യോഗികമായിട്ട് എന്തായാലും കവിമുറ്റം, കവിശികയുടെ ടീം മുല്ലനയുടെ കവിമുറ്റം 4ാമത്തെ കവിമുറ്റമാണിത്. ഏറ്റവും ആദ്യത്തെ കവിമുറ്റം ചന്ദ്രശേഖരാങ്കണ്ടിയുടെ വീട്ടിലാണ്, 2ാമത്തെ കവിമുറ്റം വർഗീസാനിയുടെ വീട്ടിലാണ്, 3ാമത്തെ കവിമുറ്റം ഈ ജനമാഷ് വീട്ടിലാണിത്, 4ാമത്തെ കവിമുറ്റാണ് കണ്ണമാഷ് വീട്ടിൽ. ഇന്ന് കഴിഞ്ഞ ഒരാഴ്ച പെട്ടെന്ന് അറേഞ്ച് ചെയ്തതാണ്, ഓഗസ്റ്റ് 15 വേണം എന്നുള്ള രീതിയിൽ. ഇവിടെ നിന്ന് രാവണി മാഷ നമ്മുടെ മുഖ്യ രക്ഷാധികാരി, മാഷ വൈഫ് അംബികേച്ചിണ്ട്, ഫാമിലി, ഗീത, കുട്ടികൾ, പാപ്പൻ്റെ പേര് നാരായണൻ, പിന്നെ റോഷൻ ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടി വിനോദം തിരിഞ്ഞ് തിയോ, വിനീഷ് ഉണ്ട്. അങ്ങനെ വന്നിരിക്കുന്നു. ജിത്തല്ലേ, ശ്രീജിത്ത്. അപ്പോൾ ആ ലെവലില് ഇന്നത്തെ കവിമുറ്റം ഗംഭീരമായി. നമുക്ക് നാച്ചുറൽ രീതിയിൽ മഴയില്ലാതെ അല്ലേ നമുക്ക് ഒരു സൈലൻസ് കിട്ടി. വളരെ ഗംഭീരമായിട്ട് കണ്ണമാഷ് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ സംസാരിച്ചു.
കവിതകൾ അതുപോലെ തന്നെ വളരെ ശക്തമാണ്. ആറ്റിക്കുറുക്കിയ അരണി കടഞ്ഞ പോലെയുള്ള ഡയമണ്ട് കട്ടിങ്ങും കവിതകളാണ്. മാഷിക്ക് ഈ കവിമുറ്റത്തിന് മൊത്തം നന്ദി പറയുന്നതിന്റെ മുന്നോടിയായിട്ട് മാഷുടെ യുദ്ധം എന്ന് പറയുന്ന ഒരു കവിതയും, ഇനി ഒരു ചെറിയ കവിത ആണത്, അത് ആദ്യം തന്നെ വായിക്കാം. യുദ്ധം. KG കണ്ണൻ. എന്റെ ഗംഗ പുണ്യവും നിങ്ങളുടെ ഓൾഗ പാപവുമാണെന്ന് ആരാണ് പറഞ്ഞത്? സുഹൃത്തെ, നമുക്കാർക്കും മുങ്ങിച്ചാവാൻ സ്വന്തമായി നദികളില്ലല്ലോ. വേണമെങ്കിൽ ചോര കൊണ്ടൊരു നദി ഉണ്ടാക്കാമെന്ന് മാത്രം. ഇനി മീൻപിടുത്തക്കാരായിട്ട് വന്ന അവരുടെ എന്താണ് അവരുടെ യഥാർത്ഥ സത്ത എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടുള്ള ഒരു കവിതയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഈ മീൻപിടുത്തക്കാർക്കെതിരെ ഇവിടെ ഗവൺമെന്റ് തലത്തിലൊക്കെ പ്രസ്താവനകൾ വരുന്ന ഒരു സംഭവമുണ്ട്. ഈ മത്സ്യത്തൊഴിലാളികൾ നഷ്ടപ്പെട്ട് കടലിൽ പോകുന്നത് അല്ലെ, അങ്ങനെയുള്ളൊരു ചർച്ച നിൽക്കുന്ന സമയത്താണ് ശ്വസനം അഥവാ ഇൻകുലാബ് സിന്ദാബാദ്. നമുക്ക് നോക്കാം ഇതിന്റെ അകത്ത് എന്താണ് അതിന്റെ പവർ എന്നുള്ളത് നോക്കാം. മീൻപിടുത്തക്കാർക്കറിയില്ല ഞങ്ങൾ മീനുകളുടെ വഴുവഴുപ്പ്, മിനിപ്പ്, ആഴങ്ങളുമായുള്ള ഞങ്ങളുടെ ചങ്ങാത്തം, മീൻമിഴികളിൽ നിന്നും മീൻമിഴികളിലേക്കുള്ള പ്രകാശത്തിന്റെ പ്രവേഗം, പ്രാർത്ഥന. ഞങ്ങൾ മീനുകളുടെ ഞായറും തിങ്കളും അവർക്കറിയില്ല. ഇരയെറിഞ്ഞെത്തുന്നവർക്കറിയില്ല ഞങ്ങൾ മീനുകളുടെ നെടുവീർപ്പ്, സങ്കടം, ചെകിളപ്പൂക്കൾക്ക് വിരിയാനുള്ള പ്രാണവായുവിന്റെ മാപിനി, സ്വാതന്ത്ര്യത്തിലേക്കുള്ള അവസാനത്തെ ചിറകുയർത്തൽ, മുഷ്ടി ചുരുട്ടൽ, മുദ്രാവാക്യം, ഇൻകുലാബ് സിന്ദാബാദ്. ഇത് സത്യം പറഞ്ഞാൽ അതിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന ഘടകം ആലോചിച്ചാൽ മതി. ഇവിടെ ഇര ആരാണ്, വേട്ടക്കാരൻ ആരാണെന്നുള്ള രീതിയിലാണ് വരുന്നത്. വളരെ ശക്തമായ കവിതകളാണ്. ഇപ്പൊ പ്രകാശ് രാജിന് പോലും SIR-ൽ വോട്ട് ലിസ്റ്റിൽ പേരില്ല എന്ന് പറയുന്ന വിവാദം നിൽക്കുമ്പോഴാണ് മാഷ് എന്നാ ഇത് വളരെ മുമ്പിൽ, എത്ര വർഷം മുമ്പ് ഇത് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു കവിത, അതുകൂടി വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ശത്രുവിനെ തിരിച്ചറിയാതെ ജനത ക്യൂ നിൽക്കുന്നു. ID കാർഡുമായി സ്കൂൾ വരാന്തയിൽ അതേ നീലമഷി, അതേ ചിഹ്നങ്ങൾ, ആർത്തിരമ്പി വന്ന ജാഥ ഇടവഴിയിൽ വെടിപൊട്ടിച്ച് പിരിഞ്ഞുപോയി. പിന്നെ പദ്ധതി അടങ്കൽ, ജനറൽ, SC/ST, APL, BPL ചർച്ച, വികസന സെമിനാർ, അവസാനം പദ്ധതി രേഖ, 5 വർഷത്തെ ഇടവേള, കരാറുകാരന്റെ പൂമുഖം ആനന്ദ നിർവൃത്തിയിൽ പൂത്തുലയുന്നു. വീണ്ടും അടഞ്ഞ വാതിലിനുള്ളിൽ സ്ഥാനാർത്ഥി നിർണയം, പുറകിൽ ആരോ അടക്കം പറയുന്നു. വിപ്ലവം തോക്കിൻകുഴലിലൂടെ, പിന്നെ റെഡ് അലർട്ട്, കർഫ്യൂ. വളരെ ശക്തമായ ആക്ഷേപഹാസ്യമുള്ള കവിതയാണ്. ഇനി ഇങ്ങനെ നോക്കിയാൽ കുറെ ഉണ്ട് നമ്മൾ ആക്ട് ചെയ്യുന്നുണ്ട് പിന്നീട്. ഓക്കെ, അപ്പോൾ എന്തായാലും കവിമുറ്റം ഉഷാറാക്കിയ എല്ലാ സുഹൃത്തുക്കൾക്കും, ലൈവിലുള്ളവർക്കും, ഇത് യൂട്യൂബ് റെക്കോർഡാണ്, ആവശ്യകയുടെ എഴുത്തോരം എന്നുള്ള FB പേജിലാണ് ലൈവ് പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ.